വെൽക്കം ടു ഫ്രീ ട്യൂബ് ലേണർ. കഴിഞ്ഞ ക്ലാസ്സിൽ സംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അതിൻ്റെ ഫോർമുലാസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇതിലെ ഈ സെക്കൻഡ് ഫോർമുല Sn is equal to n/2 into xn plus x1. ഈ ഒരു പെർട്ടിക്കുലർ ഫോർമുലയിൽ നിന്നും ഞാൻ മറ്റൊരു ഫോർമുല കൂടെ ഡെറൈവ് ചെയ്യുകയാണ്. ആ ഫോർമുലയുടെ പ്രത്യേകത നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് n ഈ മൂന്ന് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് Sn ഫൈൻഡ് ഔട്ട് ചെയ്യാം. ബാക്കി ഏത് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ എയും ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ലാസ്റ്റ് ഇക്വേഷനിൽ പിയും ക്യൂവും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ xn ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. കൂടുതൽ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാതെ തന്നെ ഡയറക്റ്റ് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എന്നും ഉണ്ടെങ്കിൽ നമുക്ക് സം ഓഫ് n ടേംസ് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ Sn is equal to n/2 into xn plus x1. xn എന്ന് പറയുന്നത് nth ടേം ആണ്, xn എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. സോ xn എന്ന് പറയുന്നത് എന്താണ്? an പ്ലസ് ബി ആണ്. അതായത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് xn എന്ന് പറയുന്നത് an പ്ലസ് ബി ആണ്. സോ n/2 ഇൻറ്റു xnന് പകരം an പ്ലസ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. സോ അത് ഞാൻ f എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി an പ്ലസ് ബി, ഇതിൽ a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ് d. അതുപോലെ b എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്, അതായത് f മൈനസ് d ആണ്. സോ ദിസ് വിൽ ബി n/2 ഇൻറ്റു a എന്ന് പറയുന്നത് d ആണ്, dn പ്ലസ് b എന്ന് പറയുന്നത് f മൈനസ് d ആണ്, പ്ലസ് ദ ഫസ്റ്റ് ടേം f. സോ f പ്ലസ് f എന്ന് പറയുന്നത് 2f ആണ്. സോ ദിസ് വിൽ ബി n/2 ഇൻറ്റു 2f പ്ലസ് dn മൈനസ് d, dn മൈനസ് d ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ്, ഇവിടെ d കോമൺ ആണ് രണ്ട് ടേമിനും, സോ n മൈനസ് 1 ഇൻറ്റു d. സോ ദിസ് ഇസ് ദ ഫൈനൽ ഇക്വേഷൻ. ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ ആണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ. സോ സം ഓഫ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൻ്റെ n നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. സോ നമ്മളങ്ങനെ 4 ഇക്വേഷൻ ടോട്ടലി പഠിച്ചു സം ഓഫ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഇത്, Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അതുപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്യണം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പേജ് 35 അഡീഷണൽ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ. സോ അതിലെ ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണ്? 11, 22, 33. ഈ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൻ്റെ ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 11 ആണ്. സോ വി ക്യാൻ റൈറ്റ് f is equal to 11. അതുപോലെ കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. ദാറ്റ് ഈസ് 22 മൈനസ് 11 ഈക്വൽ ടു 11. സോ ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് 11 കിട്ടി. അങ്ങനെയാണെങ്കിൽ സം ഓഫ് 25 ടേംസ് ആണ് പറയുന്നത്. S25 എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് d ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് 25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 25/2 ഇൻറ്റു 2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 11 ആണ്, പ്ലസ് n മൈനസ് 1, n 25 ആണ്. 25 മൈനസ് 1 എന്ന് പറയുന്നത് 24 ആണ്. 24 ഇൻറ്റു കോമൺ ഡിഫറൻസ് d ആണ്, ദാറ്റ് ഈസ് 11 ഈക്വൽ ടു, ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് നമുക്ക് 2 ഉണ്ട്. സോ ഈ 2 ക്യാൻസൽ ചെയ്യാം. 25 ഇൻറ്റു ഈ 2ഉം ക്യാൻസൽ ചെയ്ത് ഇവിടെ 11 ആവും, പ്ലസ് 24 2 1 2 12 കിട്ടും. 12 ഇൻറ്റു 11 ഈക്വൽ ടു 25 ഇൻറ്റു 11 പ്ലസ് 132. 12 into 11 ആണ് 132. So this will be equal to
25 into 143, which is equal to 3575. So first 25 terms in the sum എന്ന് പറയുന്നത് 3575 ആണ് ഈ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൻ്റെ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ടാണ് 12, 23, 34. ഈ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൻ്റെ ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 12 ആണ്. ആൻഡ് കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു 23 മൈനസ് 12, വിച്ച് ഈസ് 11. സോ എസ് എന്നിൻ്റെ ഫോർമുല എന്താണ്? n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. സോ first 25 terms ആകുമ്പോൾ S25 equal to 25/2 into 2 into 12 plus 24 into 11. So this will be 25 into ഈ 2ഉം cancel ആവും. ഇവിടെ 24 12 ആവും. So 25 into 12 plus 12 into 11 എന്ന് പറയുന്നത് 132 ആണ്. So this equal to 25 into 144, which is equal to 3600. So first 25 terms in the sum എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സീക്വൻസിന് 3600 ആണ്. ഇനിയുള്ള 3 ക്വസ്റ്റ്യൻസ് 3 സീക്വൻസിൻ്റെ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ടേം ഓൾറെഡി ഗീവൺ ആയിരിക്കും. കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഈ ഒരു ഇക്വേഷനിൽ ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. സോ ബാക്കി 3 ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ സോൾവ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ആൻഡ് ദ നെക്സ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 6, 10, 14 എക്സെട്ര. നമുക്ക് മാത്സിൽ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏത് ഇക്വേഷൻ ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക, എന്താണ് ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആദ്യം നമ്മൾ ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പിന്നെ ഉള്ള നെക്സ്റ്റ് 20 ടേംസിൻ്റെ സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യം S1 to 20, അതായത് ഫസ്റ്റ് ടേം മുതൽ 20 വരെയുള്ള ടേംസിൻ്റെ സമ്മ് കാണണം, S20 കാണണം. പിന്നെ എന്താണ് 21st ടേം തൊട്ട് 40 ടേംസ് വരെ. കാരണം നെക്സ്റ്റ് 20 എന്നാണ് പറയുന്നത്, 20 + 20 ആണ് 40. സോ 21st ടേം മുതൽ 40th ടേം വരെ ഉള്ള ടേംസിൻ്റെ സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് ഈ 2 സമ്മ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു 2 or 3 മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. സോ നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന സ്റ്റെപ്പ് ഏതാണോ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് ഞാൻ പറയാം. ഇവിടെ 1 തൊട്ട് 20 ടേംസിൻ്റെ സമ്മ് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ 21st ടേം മുതൽ 40th ടേം വരെയുള്ള സമ്മും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ സമ്മിൻ്റെയും ഡിഫറൻസ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 1 തൊട്ട് 20 വരെയുള്ള ഈ ഒരു പെർട്ടിക്കുലർ സം ഫൈൻഡ് ഔട്ട് ചെയ്യുക, 21st to 40 വരെയുള്ള ഈ ഒരു പെർട്ടിക്കുലർ സം ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഡിഫറൻസ് കാണുക. അല്ല വേറൊരു മെത്തേഡ് എങ്ങനെയാണ്, ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് ഫസ്റ്റ് 40 ടേംസിൻ്റെ സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഒരു ടോട്ടൽ സമ്മ് നമുക്ക് ലഭിക്കും ഫസ്റ്റ് 40 ടേംസിൻ്റെ സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ. എന്നിട്ട് ഈ ടോട്ടൽ സമ്മിൽ നിന്ന് ഈ ഒരു സമ്മ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ സമ്മ് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഡിഫറൻസ് കാണുക. ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ സ്റ്റെപ്പ് എന്തുകൊണ്ടാണ് ഈസി എന്ന് വെച്ചാൽ 21st മുതൽ 40th ടേം വരെയുള്ള സമ്മ് കാണുക എന്ന് പറയുന്നത് നമുക്ക് 21st ടേം ഫൈൻഡ് ഔട്ട് ചെയ്യണം, 40th ടേം ഫൈൻഡ് ഔട്ട് ചെയ്യണം,
എന്നിട്ടാണ് നമുക്ക് n/2 ഇൻറ്റു xn പ്ലസ് x1 എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്ത് ഈ സം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ രണ്ട് ടേംസ് കണ്ടുപിടിച്ചിട്ട് വേണം ഈ സമ്മ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിൽ നിന്ന് എളുപ്പമായിരിക്കും ഈ 40 വരെയുള്ള ടേമിൻ്റെ സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഇതങ്ങ് കുറയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും രണ്ട് മെത്തേഡും ഞാനിവിടെ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ചിലപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞത് പലർക്കും മനസ്സിലായില്ല എന്ന് വരും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഞാൻ 20 ടേംസിൻ്റെ സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. S20 എന്ന് പറയുന്നത് 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്. ഞാൻ അതുകൂടെ ഒന്ന് എഴുതുവാണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 6 ആണ്. കോമൺ ഡിഫറൻസ് D ഈസ് ഈക്വൽ ടു 10 - 6 ദാറ്റ് ഈസ് 4. സോ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസും അറിയാം. അപ്പോൾ ഇവിടെ n/2 ഇൻറ്റു 2f ആണ്. 2f എന്ന് പറയുന്നത് 2 ഇൻറ്റു 6 പ്ലസ് n-1 20 - 1 ദാറ്റ് ഈസ് 19 ഇൻറ്റു D എന്ന് പറയുന്നത് 4 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 20/2 എന്ന് പറയുന്നത് 10 ആവും. 10 ഇൻറ്റു 6 ഇൻറ്റു 2 12 പ്ലസ് 19 ഇൻറ്റു 4 76. 10 ഇൻറ്റു 12 പ്ലസ് 76. This will be 10 into 88 that is 880. So first 20 terms in the sum 880 ആണെന്ന് ലഭിച്ചു. ഇനി ഞാൻ ടോട്ടൽ സം 40 ടേംസ് വരെയുള്ള സമ്മ് കാണുവാണ്. S40 എന്ന് പറയുന്നത് 40/2 ഇൻറ്റു 2 ഇൻറ്റു 6 പ്ലസ് 39 ഇൻറ്റു 4 n-1 40 - 1 എന്ന് പറയുന്നത് 39 ആണ് ഇൻറ്റു കോമൺ ഡിഫറൻസ് D. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് ഫൈനൽ ആൻസർ 3360 എന്ന് ലഭിക്കും. നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും അത്. കാരണം ഇവിടെ 20 ആവും, 12 ആവും, 39 ഇൻറ്റു 4 156 ആവും. സോ 20 ഇൻറ്റു 168 ദാറ്റ് ഈസ് 3360. സോ എനിക്ക് 40 ടേംസ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ സമ്മാണ് ഉദ്ദേശിക്കുന്ന S40 എന്ന് പറയുന്നത് 3360 എന്ന് ലഭിച്ചു. സോ ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മും ലഭിച്ചു, ടോട്ടൽ സമ്മും ലഭിച്ചു. ഇനി 21 തൊട്ട് 40 വരെയുള്ള സമ്മ് ലഭിക്കാനായിട്ട് ഇതിൽ നിന്നും ഇത് കുറച്ചാൽ മതിയായിരിക്കും. സോ സം ഓഫ് 21 തൊട്ട് 40 വരെയുള്ള ടേംസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് S40 നിന്നും S20 കുറയ്ക്കുന്നതാണ്. ദാറ്റ് ഈസ് 3360 മൈനസ് 880 ദാറ്റ് ഈസ് 2480 എന്ന് ലഭിച്ചു. സോ ഈ ഒരു പെർട്ടിക്കുലർ സമ്മ് 2480 എന്നും എനിക്ക് ലഭിച്ചു. ഈ ഒരു പെർട്ടിക്കുലർ സമ്മ് 880 ആണ്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് ആണല്ലോ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ദാറ്റ് വിൽ ബി S21 തൊട്ട് 40 വരെയുള്ള ടേംസിൻ്റെ സം മൈനസ് S20 വരെയുള്ള ടേംസിൻ്റെ സം. ദാറ്റ് ഈസ് 2480 മൈനസ് 880 ദാറ്റ് ഈസ് 1600. സോ ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ അടുത്ത മെത്തേഡും കൂടെ കാണിച്ചു തരാം. ഈ മെത്തേഡാണ് ഏറ്റവും സിമ്പിൾ, കാരണം കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ആദ്യത്തെ 20 ടേംസിൻ്റെ സമ്മ് കാണുക, ടോട്ടൽ 40 ടേംസിൻ്റെ സമ്മ് കാണുക, അതിൽ നിന്ന് ഇത് കുറച്ചിട്ട് വീണ്ടും ഒരു മൈനസ് കൂടെ ചെയ്യണം. മിക്ക കുട്ടികൾക്കും പറ്റുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡിഫറൻസ് കണ്ടു കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ അവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ആവും. ശരിക്കും നമുക്ക് അതല്ല ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ ഒരു സീക്വൻസ് ഈ രണ്ട് ഇതിൻ്റെയും ഡിഫറൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കണ്ടുപിടിച്ച ശേഷം ഇതും തമ്മിൽ കുറച്ച് എഴുതണം. എങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ്റെ ഫുൾ മാർക്സ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇനി സെയിം ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത മെത്തേഡിലൊന്ന് സോൾവ് ചെയ്യുകയാണ്. സോ ആദ്യം ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൻ്റെ സമ്മ് കാണും. അത് നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെയാണ്. S20 എന്ന് പറയുന്നത് എനിക്ക് 880 എന്ന് ലഭിച്ചു. ഇനി 21 മുതൽ 40 വരെയുള്ള ടേംസിൻ്റെ സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് എനിക്ക് 21st ടേം എന്താണെന്ന് അറിയണം. X21 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു D ആണ് nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 6 ആണ് പ്ലസ് n-1 21 - 1 ദാറ്റ് ഈസ് 20 ഇൻറ്റു 4.
So this will be 6 plus 80, that is 86 എന്ന് ലഭിച്ചു. So 21st term 86 എന്ന് കിട്ടി. ഇനി നമുക്ക് 40th term ഫൈൻഡ് ഔട്ട് ചെയ്യണം. x40 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 6 ആണ് പ്ലസ് n-1, അതായത് 40 - 1 is 39 ഇൻറ്റു 4, d എന്ന് പറയുന്നത് 4 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 6 പ്ലസ് 156, ദാറ്റ് ഈസ് 162. സോ x40യും x21ഉം കിട്ടി. ഇനി സം ഓഫ് 21 to 40 എന്ന് പറയുന്നത് n/2 ഇൻറ്റു xn പ്ലസ് x1 എന്ന് പറയുന്ന ഇക്വേഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് 21 മുതൽ 40 വരെയുള്ള ടേംസിൻ്റെ സമ്മാണ് കാണേണ്ടത്. അതായത് ഇവിടെ എത്ര ടേംസ് ആണുള്ളത്? 20 ടേംസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ n എന്ന് പറയുന്ന എന്തായിരിക്കും? 20 ആയിരിക്കും. അതുപോലെ xn എന്ന് പറയുന്നത് 40th ടേമാണ്, x1 എന്ന് പറയുന്നത് 21st ടേമും ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സെപ്പറേറ്റ് സീക്വൻസ് ആയിട്ടാണ് ഈ 21st to 40 വരെയുള്ള ടേംസിനെ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 20/2, n എന്ന് പറയുന്നത് 20 ആവും. അതുപോലെ xn എന്ന് പറയുന്നത് 40 ആണ്, 162 പ്ലസ് x1 എന്ന് പറയുന്നത് x21 ആണ്, ദാറ്റ് ഈസ് 86. സോ ദിസ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 248, 2480. സോ 21st മുതൽ 40 വരെയുള്ള ടേംസ് 2480 ആണെന്ന് ലഭിച്ചു അതിൻ്റെ സമ്മ്. അപ്പോൾ ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മ് എന്തായിരുന്നു? 880. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2480 മൈനസ് 880, ദാറ്റ് ഈസ് 1600. സോ ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഏതാണ് ഈസിയസ്റ്റ് എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യന് സിമിലർ ആയിട്ടുള്ളതാണ്. ഞാൻ അതുകൊണ്ട് അത് സോൾവ് ചെയ്യുന്നില്ല, നിങ്ങൾ തനിയെ അത് സോൾവ് ചെയ്യണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി സം ഓഫ് ഓൾ 3-digit നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9. അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 9 ആയിട്ടുള്ള എല്ലാ 3-digit നമ്പേഴ്സിൻ്റെ സമ്മാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. 3-digit നമ്പർ എന്ന് പറയുമ്പോൾ 100 മുതൽ 999 ഇതാണ് 3-digit നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ മൾട്ടിപ്പിൾസ് ഓഫ് 9 ആ സീക്വൻസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ആ സീക്വൻസിൻ്റെ സമ്മ്. സോ ആദ്യം നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് 9 ഏതാണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്കറിയാം 999 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്. സോ ഇതായിരിക്കും xn, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഇനി ഈ 100ന് ശേഷം വരുന്ന ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 9 ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ 100 ഡിവൈഡഡ് ബൈ 9, 1 ടൈം 9 ബാലൻസ് 1, 10 ടൈം 9 ബാലൻസ് 1. സോ ഇവിടെ റിമൈൻഡർ 1 ആണ് വന്നിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 9 എന്ന് പറയുന്നത് +8 ആഡ് ചെയ്യണം. 100ൻ്റെ കൂടെ +8 ആഡ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം. ഈ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 100 + 8 ആണ്, ദാറ്റ് ഈസ് 108. ആൻഡ് nth ടേം എന്ന് പറയുന്നത് 999 ആണ്. ഇനി നമുക്ക് നമ്പർ ഓഫ് ടേംസ് അറിയത്തില്ല. സോ ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസ് 9 ആണെന്നും അറിയാം. എഫ് ഉണ്ട് 108, അതുപോലെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 9 ആണ്. സോ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് n ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. അതിനും ഈസി ആയിട്ട് രണ്ട് മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. ഒന്നുകിൽ 108ന് ശേഷം എത്ര ടേംസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ശേഷം അത് +1 ചെയ്ത് കഴിഞ്ഞാൽ 108ഉം കൂടെ നമ്മൾ കൂട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 999 ലാസ്റ്റ് ടേം -108 ചെയ്യും. സോ ദിസ് വിൽ ബി 198, 891 എന്ന് ലഭിച്ചു. ഇനി ഇത് ഡിവൈഡഡ് ബൈ 9 ചെയ്യണം, കാരണം 108ന് ശേഷം എത്ര 9s ആഡ് ചെയ്യുമ്പോഴാണ് 999 കിട്ടുന്നതെന്നാണ് ഞാനിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ 9. സോ 99 ടൈംസ് 9 ആഡ് ചെയ്തപ്പോൾ 999 കിട്ടി. 108ന് ശേഷം
പക്ഷേ നമ്മൾ ഈ 108 നമ്മുടെ ഒരു ടേം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 99 പ്ലസ് 1 ആയിരിക്കും. സോ 100 ആയിരിക്കും നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് കൺഫ്യൂസിങ് ആണെങ്കിൽ, കാരണം ഈ +1 നിങ്ങൾ ചെയ്യില്ല, അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ അതിന് പകരം വേറൊരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. 999 എന്ന് പറയുന്നത് nth ടേം ആണല്ലോ. സോ xn ആണ് 999 എന്ന് പറയുന്നത്. xnൻ്റെ ഫോർമുല അറിയാം. ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ് xn എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 108 അല്ലേ. 108 പ്ലസ് n-1, n ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ഇൻറ്റു കോമൺ ഡിഫറൻസ് 9 ആണ്, ഈക്വൽ ടു 999. അങ്ങനെയാണെങ്കിൽ n-1 ഇൻറ്റു 9 എന്ന് പറയുന്നത് 999 മൈനസ് 108. അതായത് ഈ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, ഇക്വേഷനിലൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റില്ല, അതാണ് കാര്യം. സോ ദിസ് വിൽ ബി 891 ആൻഡ് n-1 ഈക്വൽ ടു 891 ഡിവൈഡഡ് ബൈ 9. ഇവിടെ നമ്മൾ ഡിവൈഡ് ബൈ 9 ചെയ്തു അതേപോലെ. സോ വി വിൽ ഗെറ്റ് 99 ആൻഡ് n ഇസ് ഈക്വൽ ടു ഈ 1 റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ 99 പ്ലസ് 1 ആവും, ദാറ്റ് വിൽ ബി 100. സോ നമുക്കിവിടെ ഫൈനലി എന്നും കിട്ടി. എന്നും എഫും ഡിയും ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് സം ഓഫ് 100 ടേംസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ലേ. സോ എസ് എൻ അല്ലെങ്കിൽ S100 എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു ഡി. സോ സം ഓഫ് 100 ടേംസ് കാണാനായിട്ട് n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ എന്നിൻ്റെ വാല്യൂ 100, ഫസ്റ്റ് ടേം 108, കോമൺ ഡിഫറൻസ് 9, ഇത് ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദിസ് വിൽ ബി 100/2 ഇൻറ്റു 2 ഇൻറ്റു 108 പ്ലസ് n-1, അതായത് 99 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 9 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 216 പ്ലസ് 891. This is equal to 50 into 1107, that is 55350. Sum of 100 terms കാണാനായിട്ട് ഈ ഒരു ഇക്വേഷൻ മാത്രമല്ല, നമുക്ക് Sn ഈക്വൽ ടു n/2 ഇൻറ്റു xn പ്ലസ് x1 ഈ ഒരു ഫോർമുല യൂസ് ചെയ്തും നമുക്ക് 100 ടേംസിൻ്റെ സമ്മ് കാണാം. xnൻ്റെ വാല്യൂ 999ഉം x1 എന്ന് പറയുന്നത് 108ഉം n എന്ന് പറയുന്നത് 100ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ഈസി ആയിട്ട് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. സോ ഇതിൻ്റെ ഇങ്ങനെ ചെയ്താലും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 55350 എന്ന് ലഭിക്കും. സോ either you can use this equation or this equation. രണ്ട് രീതിയിൽ ചെയ്താലും, രണ്ട് ഇക്വേഷനിൽ ഏതെടുത്താലും നമുക്ക് ഫൈനൽ ആൻസർ 55350 ലഭിക്കും. അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 ആയിട്ടുള്ള എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെയും സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്തു. 55350 എന്ന് ലഭിച്ചു. സോ നമ്മൾ പേജ് 35 അഡീഷണൽ പ്രോബ്ലംസ് ആദ്യത്തെ 4 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്.